ഹലോ നമസ്കാരം. കുട്ടിക്കുറുമ്പുകളുടെ ചിങ്കാരച്ചന്തം വീശുന്ന സൗന്ദര്യ മത്സരവേദി ഇൻസ്പയർ സുന്ദരിക്കുട്ടി സീസൺ 5 കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ സുന്ദരിക്കുട്ടികളുടെ ഈ സൗന്ദര്യ മത്സരത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ സർഗാത്മക വേദിക്ക് മാറ്റുകൂട്ടാനായി നമ്മുടെ പ്രിയങ്കരായിട്ടുള്ള ജഡ്ജസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്താലോ. നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാള സിനിമയിൽ ഒട്ടനവധി സിനിമകളിലൂടെ നമ്മളുടെ എല്ലാം സ്വന്തമായിട്ട് മാറിയ ഒരു ജഡ്ജ് നമുക്കുണ്ട്. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. സലാം ബാപ്പു സർ. ഹായ് സർ. സാറ് ഓരോ സീസണിലും ഞാൻ ഇപ്പോൾ 4 സീസൺസ് നമ്മുടെ കഴിഞ്ഞു, 5ാമത്തെ സീസണാണ്. ഓരോ സീസണിലും സാറ് പുതിയ എന്താ പറയുക, നമ്മളുടെ ഒരു തൃശ്ശൂർ സ്ലാഗിലൊക്കെ പറയുകയാണെങ്കിൽ ചുള്ളനായിട്ട് വരികയാണ്. എന്താണ് സാർ ഈ ഒരു യുവത്വത്തിന് പിന്നിലുള്ള രഹസ്യം? അയ്യോ, അത് നമ്മുടെ ഇപ്പോൾ ഈ സുന്ദരിക്കുട്ടി എന്ന് പറയുമ്പോഴേ നമ്മൾ കുട്ടികളുടെ കൂടെയാണ്. അത് വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ കഴിഞ്ഞ 4 സീസണിലും നേരത്തെ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ജഡ്ജസ് ആയിട്ട് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ കുട്ടികളുടെ കൂടെ നമ്മൾ പിടിച്ചിരിക്കുക എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പിന്നെ കുട്ടികളുടെ അപ്പോൾ കളി ചിരി എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ചെറുപ്പത്തിലേക്ക് പോകുന്നൊരു അവസ്ഥയുണ്ട്. അത് ഇനിയും എനിക്ക് തോന്നുന്നു ഞാൻ ഈ സീസൺ 5 കഴിയുന്നതോടെ കുറച്ചും കൂടെ ചെറുതായിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുള്ളൂ. ഓക്കെ സാറ് ഒരു അഭിനേതാവ് കൂടിയാണല്ലോ, ഒരു ഡയറക്ടർ എന്നതിൻ്റെ അപ്പുറം ആക്ടിങ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ ഒരു സിനിമ നായകനൊക്കെ ആയിട്ട് മലയാള സിനിമയിൽ കാണാനായിട്ടൊക്കെ നമുക്ക് പറ്റുമോ? നായകനാവണമെങ്കിൽ മറ്റു സംവിധായകർ ഇത് ചെയ്യണം. പക്ഷെ അങ്ങനെയൊന്നുമല്ല, എനിക്ക് സിനിമ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ ഞാനിപ്പോൾ ഈ ഒരു സീസൺ അടുത്ത് ഇപ്പോൾ 4 മുതൽ 5 വരെയുള്ള സീസണിടയിൽ ഞാനൊരു ഷോർട്ട് ഫിലിമിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓ ഗ്രേറ്റ്. അതോടൊപ്പം തന്നെ റിലീസ് ഉണ്ടാവും. അപ്പോൾ ഞാനത് കാണാൻ പ്രത്യേകം വെയിറ്റ് ചെയ്യുകയാണ്. സോ അപ്പോൾ സാറിന് മലയാള സിനിമയിൽ ആക്ടിങ് ആയാലും ഡയറക്ഷൻ ആയാലും പ്രൊഫഷണലി പറയുകയാണെങ്കിൽ ഒരു അഡ്വക്കേറ്റ് ആയിട്ടൊക്കെ തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് സാറ്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പുതിയ കാലഘട്ടത്തിലെ കുട്ടികളോട്, അല്ലെങ്കിൽ എസ്പെഷ്യലി നമ്മുടെ സുന്ദരി കുട്ടികളോട്, അവർ കൂടുതലും സിനിമയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണല്ലോ, അവരോട് എന്താണ് സാറിന് പറയാനുള്ളത്? എനിക്ക് പുതിയ കുട്ടികളെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ളൊരു വേ ഉണ്ട്. പിന്നെ അവർക്കൊരു നമ്മളെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ടാലൻറ്റഡ് ആണ് കുട്ടികൾ. കഴിഞ്ഞ 4 സീസണും നമ്മൾ കണ്ടതാണ്. അടുത്ത സീസണിലും ഒരുപാട് കുട്ടികളുണ്ടാവും. പലപ്പോഴും ഞാൻ ഈ സീസണിനിടയിൽ എനിക്ക് കൗതുകം ഉണ്ടാക്കിയിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ 4 സീസണിൽ പല കുട്ടികളെയും ഒരുപാട് കുട്ടികൾ വരുന്നു, പലരും നമ്മൾ മറന്നുപോകും. പക്ഷേ കുട്ടികൾക്ക് നമ്മൾ ഓർമ്മയുണ്ടാവും. അപ്പോൾ ഈ സിനിമയിൽ അവരുടെ വിശേഷങ്ങളും, ഞാൻ സിനിമയിൽ അഭിനയിച്ചു, ആഡ് ഫിലിം ചെയ്തു, അതുപോലെ ഷോർട്ട് ഫിലിമുകൾ ചെയ്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. ഈ സുന്ദരിക്കുട്ടി വേദി എന്ന് പറയുന്നത് ആ രീതിയിലൊരു കുട്ടികളുടെ ഒരു വളർച്ചയ്ക്ക് ഒരു കാരണക്കാരൻ നമ്മൾ കൂടി ആവുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ട്. ഈ കുട്ടികൾ ഓടി വന്ന് പറയും, ഞാൻ ഈ സിനിമയിലുണ്ടായിരുന്നു, ഒരു 5 സിനിമ ചെയ്തു, 10 സിനിമ ചെയ്തു. അതൊരു വലിയ സന്തോഷമാണ്. അവരുടെ ഒരു വലിയ ഡ്രീമിലേക്ക് എത്താൻ നമ്മൾ അതിന്റെ ഒരു വഴിത്തിരിവായി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളോടൊന്നും ഈ ചോദ്യത്തിന് ആൻസർ എന്ന് പറഞ്ഞാൽ കുട്ടികളോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അവർ തീർച്ചയായിട്ടും അവർക്ക് തന്നെ ഒരു വഴിയുണ്ട്. അവർ കൃത്യമായിട്ടുള്ള പ്ലാൻഡാണ്. അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളുണ്ട്. നമ്മൾ പറഞ്ഞ് അവരെ മിസ്ഗൈഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് തന്നെയാണ് കുട്ടികൾക്ക് കൊടുത്തത്. അവരെ മിസ്ഗൈഡ് ചെയ്യരുത്. സോ ഈ ഒരു ഘട്ടത്തിൽ ഞാൻ സാറിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ, എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് റാമ്പ് വോക്ക് ചെയ്താലോ? അവർക്കൊരു ഇൻസ്പിറേഷൻ എന്ന നിലയിൽ. ഓക്കെ, ഇതാണ് സാറിന്റെ സ്പിരിറ്റ്. ഇത് തന്നെയാണ് നമ്മുടെ സുന്ദരി കുട്ടികളുടെ ഊർജ്ജവും. സോ അപ്പോൾ സർ, നമുക്ക് റെഡി അല്ലേ? യെസ്. മംഗല്യം, എൻ്റെ മാതാവ് തുടങ്ങി ഒട്ടനവധി സീരിയലുകളിലൂടെ തൻ്റെ അതുല്യമായ അഭിനയ പാടവം മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊണ്ട് കുടുംബ പ്രേക്ഷകരുടെ അഭിനേത്രിയായി മാറിയ ആൻമരി മാമിനെ സ്വാഗതം ചെയ്യാം. ഹായ് മാം. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, ഇപ്പോൾ ആദ്യമായിട്ടാണ് സുന്ദരിക്കുട്ടിയുടെ വേദിയിൽ ജഡ്ജായിട്ട് എത്തുന്നത് അല്ലേ? ഓക്കെ മാം, ഞങ്ങളുടെ എപ്പിസോഡുകളൊക്കെ കണ്ടിട്ടില്ലല്ലോ? കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ സീസണിലെ കുട്ടികളെ കുറിച്ച് അപ്പോൾ മാമിന് ഏകദേശം അറിയായിരിക്കും. അതുപോലെ അതിലും ഗംഭീരമായിട്ടുള്ള കുരുന്നുകളാണ് ഇനി ഇവിടെ വരാൻ പോകുന്നത്. ഞാനാണ് കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പ്രോഗ്രാം നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ. അപ്പം നമുക്ക് കുട്ടികളുടെ കൂടെ കുറച്ച് സമയം
സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് വളരെ ഒരു എനിക്ക് ഭയങ്കര പ്ലസന്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഓക്കെ മാം, അപ്പോൾ മാമിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മാതാവ് എന്ന സിനിമയിൽ ക്ലാര എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിലൂടെയാണ് മാമിൻ്റെ എൻട്രി. അതെ അതെ, അതിനു മുമ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് കൂടുതൽ റീച്ച് കിട്ടിയേക്കുന്നത് ക്ലാരയിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കഥാപാത്രത്തിൽ നിന്നുകൊണ്ട് ഇന്ന് നമ്മളുടെ ഈ ഒരു സിനിമ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സീരിയൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് മാമിന് എന്തായിരിക്കും പറയാനുണ്ടാവുക? അങ്ങനെ നമ്മൾ ആ കുട്ടികളോട് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ജനറേഷനിൽ നിന്ന് നമ്മൾ ഇന്നത്തെ കുഞ്ഞു മക്കളിൽ നിന്ന് നമുക്ക് പഠിക്കാനേ ഉള്ളൂ. ഞാൻ അങ്ങനെയാ വിചാരിക്കുന്നത്. ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുട്ടികളാണ്. എന്താ പറയുക, നമ്മൾ ജീവിച്ച സാഹചര്യങ്ങളോ നമ്മൾ വളർന്ന സാഹചര്യങ്ങളിലൂടെയൊന്നും അല്ല ഇന്നത്തെ കുട്ടികൾ വളരുകയും ജീവിക്കുകയൊന്നും ചെയ്യുന്ന. അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനേ ഉള്ളൂ. അവർ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അതിപ്പോ ഡിജിറ്റലി ആയാലും എവിടെയാണ് അവർക്ക് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നത് എന്നവർക്ക് അറിയാം. പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ യൂസ് ചെയ്യണമെങ്കിൽ പോലും നമുക്കറിയാത്ത പല കാര്യങ്ങളും. എൻ്റെ മോള് 10th-ലായി, പക്ഷെ ഞാൻ പല കാര്യങ്ങളും അവളിൽ നിന്നാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ കുട്ടികൾ ഇതുപോലെയുള്ള ഇനി സുന്ദരി കുട്ടികളെയാണ് മാം കാണാൻ പോകുന്നത്. അതെ അതെ, അവരുടെ പ്രകടനങ്ങൾ കാണുക, അവരെ വിലയിരുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ജോബ് തന്നെയാണ്. സത്യം. ഞാൻ എക്സൈറ്റഡും ആണ്, അതുപോലെ തന്നെ ഭയങ്കര ടെൻഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇതുപോലെ വളരെ ടഫായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ വലിയ പ്രകടനങ്ങളിലൂടെ നമ്മളെ അത്ഭുതപ്പെടുത്താൻ പോകുന്ന ഒരു കൂട്ടം കുട്ടികളെയാണ്. സോ അതൊരു ഡിഫിക്കൽട്ട് ജോബ് ആയിരിക്കും മാമിനെ സംബന്ധിച്ച് അതൊരു ജഡ്ജ് ചെയ്യുക എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ മാമിന് ഞാൻ എൻ്റെ എല്ലാവിധ ഓൾ ദി ബെസ്റ്റും നേരുകയാണ്. സോ മാം, നമുക്ക് ജഡ്ജിങ് പാനലിലേക്ക് പോയാലോ? ഓക്കെ മാം, താങ്ക് യു. ആക്ടിംഗ്, മോഡലിംഗ് എന്നീ മേഖലകളിൽ അതുല്യമായ തൻ്റെ പ്രതിഭ കൊണ്ട് പ്രിയങ്കരിയായി തീർന്ന ഒരു ജഡ്ജിനെയാണ് നമുക്കിനി സ്വാഗതം ചെയ്യാനുള്ളത്. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം പൂജ കൃഷ്ണ. ഹായ് പൂജ. How are you? I'm doing good. Okay, പൂജ, സുന്ദരിക്കുട്ടി സീസൺ 5-ന്റെ വേദിയിലാണ് നിൽക്കുന്നത്. സോ ഇവിടെ കാണാൻ പോകുന്നത് ഇനി ന്യൂജൻ ആയിട്ട് മോഡലിംഗിലേക്കും ആക്ടിങ്ങിലേക്കൊക്കെ തിളങ്ങാൻ പോകുന്ന കുട്ടികളെയാണ്. അവരോട് എന്ത് മെസ്സേജാണ് പൂജയ്ക്ക് പറയാനുള്ളത്? ആക്ച്വലി പ്രത്യേകിച്ചൊരു മെസ്സേജ് എന്ന് പറഞ്ഞിട്ട് ഐ ഡോണ്ട് ഹാവ് നത്തിങ്. ബട്ട് ഐ നോ ഈ ജനറേഷനിലെ കുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ they are extraordinary, they are unique in their own way. So I guess they have to believe in their self and move forward. That's it. Okay, അപ്പോൾ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും വലിയൊരു മെസ്സേജ് ആണ് കൊടുത്തിരിക്കുന്നത്, അല്ലേ? സോ അപ്പോൾ അവരെ ജഡ്ജ് ചെയ്യാനൊക്കെ റെഡി അല്ലേ? Yeah, I'm excited. Okay, so excited. So എന്തായാലും അതിന് നമ്മുടെ ജഡ്ജിങ് പാനൽ അവിടെ റെഡിയാണ്. സോ ആ ജഡ്ജിങ് പാനലിലേക്ക് നമുക്ക് പോയാലോ? Sure. Okay, please. Thank you. ഇൻസ്പയർ സുന്ദരിക്കുട്ടി സീസൺ 5-ന്റെ ആദ്യ മത്സരാർത്ഥിയെ വിളിക്കാൻ സമയമായി. തൃശ്ശിവപ്പേരൂരിൻ്റെ മണ്ണിൽ നിന്നാണ് നമ്മുടെ ആദ്യ മത്സരാർത്ഥി എത്താൻ പോകുന്നത്. തൃശ്ശിവപ്പേരൂരിൻ്റെ ആ ഒരു ഊർജം നമ്മളുടെ മുമ്പിൽ തെളിയിക്കാനായിട്ട് ആ മത്സരാർത്ഥി പക്ഷെ എത്തുന്നത് സലാലയിൽ നിന്നാണ്. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ സുന്ദരിക്കുട്ടിയെ സ്വാഗതം ചെയ്യാം. ജിയ പ്രസാദ്. ഹായ് ജിയ. ജിയ, വളരെ എനർജിയിലാണോ? ഞാനിപ്പോ ഇൻട്രോയൊക്കെ പറഞ്ഞതുപോലെ ആ ഒരു ഊർജം, ആ ഒരു എനർജി ഞങ്ങളെ കാണിച്ചു തരുമോ? യെസ്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ? യെസ്. ഓക്കെ, ഇപ്പോൾ സലാലയിൽ നിന്നാണ് വരുന്നത്, പക്ഷെ തൃശ്ശൂരുകാരിയാണ്. സലാലയാണോ തൃശ്ശൂരാണോ ഏറ്റവും ഇഷ്ടം? എനിക്കിഷ്ടം സലാലയാണ്. അതെന്തുകൊണ്ടാ? കാരണം ഞാൻ ഭയങ്കര ഫ്രീ ആയിരിക്കും, അമ്മ എന്നെ എല്ലായിടത്തും വിടാൻ സമ്മതിക്കും, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. കുറച്ചുകൂടി ഫ്രീഡം സലാലയിലുണ്ട്. യെസ്. എന്തുകൊണ്ടാണ് തൃശ്ശൂർ അതില്ലാന്ന് തോന്നിയ കാരണം? കാരണം അമ്മ എന്നെ അങ്ങനെ പുറത്തേക്ക് വിടാറില്ല. അത് തൃശ്ശൂരുകാരുടെ കുഴപ്പമില്ലല്ലോ. അല്ല. ആണോ? തൃശ്ശൂരുകാരുടെ കുഴപ്പമാണോ? ഇവിടെ മോള് പുതിയതല്ലേ, അപ്പോൾ പുതിയതായി കഴിയുമ്പോൾ ഇവിടെ പരിചയമില്ലാത്ത സ്ഥലങ്ങളാണല്ലോ സലാലയിൽ നിന്ന് വരുമ്പോൾ, അപ്പം അതുകൊണ്ടായിരിക്കും. അതെ, തൃശ്ശൂർ ഭയങ്കര അടിപൊളി നഗരമല്ലേ? അതെ. തൃശ്ശൂർ പൂരമൊക്കെ കാണാൻ പോയിട്ടുണ്ടോ?
ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. ചെറുപ്പത്തിൽ പോയിട്ടുണ്ട്. ഈ വർഷം കാണാൻ പോയിരുന്നോ? ഇല്ല. പോയില്ല അല്ലേ? അപ്പോൾ അടുത്ത വർഷം പോവോ? യെസ്. ഓക്കെ, പറ്റുമ്പോഴൊക്കെ പോകണം കേട്ടോ. യെസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ഊർജം ഇവിടെ കാണാൻ പറ്റുമല്ലോ. യെസ്. യെസ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോയാലോ? യെസ്. ആദ്യത്തെ റൗണ്ട് എന്താ? റാംബോക്ക്. റാംബോക്ക് റൗണ്ടാണ്. റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ജിയ പ്രസാദിന്റെ ഒരു ഗംഭീര റാംബോക്ക് പ്രകടനം കണ്ടിട്ട് തിരികെ വരാം. ഹായ് ജിയ കുട്ടി. ഹായ്. നല്ല അടിപൊളി ഒരു റാംബോക്ക് ആയിരുന്നു അല്ലേ? താങ്ക്സ്. ആയിരുന്നോ? ഐ തിങ്ക് സോ. ഐ തിങ്ക് സോ. ഓക്കെ ജിയ, ഞാൻ ജിയ നടന്നപ്പോഴാണ്, വോക്ക് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത് ജിയയുടെ കോസ്റ്റ്യൂംസും ഓർണമെൻറ്റ്സും ഒക്കെ ഒരു കേരള ട്രഡീഷണൽ പറഞ്ഞപ്പോൾ അതിൻ്റെ ആ ഒരു എസെൻസ് ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ഓർണമെൻറ്റ്സ് എല്ലാം തന്നെ നെല്ലിലാണല്ലേ മേക്ക് ചെയ്തിരിക്കുന്നത്. അതെ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മുടെ ജഡ്ജസ് പറയും. സോ അതിനു മുമ്പ് നമുക്ക് മറ്റൊരു റൗണ്ടിലേക്ക് പോയാലോ? ഓക്കെ. ഓക്കെ, എന്തായിരുന്നു ആ റൗണ്ട് എന്ന് അറിയാമോ? Self-introduction. സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ട് ആണ്. റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജിയയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. Let me start from the famous quote of O.G. Mandino. Failure will never overtake me as my determination to succeed is strong enough. I am Jia Prasad from Thrissur, 6th grade student of Indian School Salala. My parents Prasad Taru and Shanima Prasad both are engineers. Janvia is my little sister. My hobbies are dancing, singing, drawing and vegetable gardening. My desire is to become an agriculture research scientist. I have a strong passion for acting, anchoring and modeling. I believe that this will be my golden steps towards the realization of my dreams. Thank you so much. ഓക്കെ, ഒരുപാട് ഡ്രീംസ് ഒക്കെ ഉള്ള ഒരാളുടെ അല്ലേ, ഒരുപാട് ഡ്രീംസ് ഒക്കെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരാളുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനാണ് കേട്ടത് അല്ലേ? നമുക്ക് നേരെ ജഡ്ജസിൻ്റെ അടുത്തേക്ക് പോവാം. അവിടെ 2 സുന്ദരിമാരും ഒരു സുന്ദരനുമാണ് ഇരിക്കുന്നത് അല്ലേ? അതെ. ആ സുന്ദരനായിട്ടുള്ള നമുക്ക് സലാം ബാപ്പു സാറിനോട് തന്നെ ചോദിച്ചാലോ? യെസ്. റെഡി അല്ലേ? ഓക്കെ സർ, എങ്ങനെയുണ്ടായിരുന്നു ജിയയുടെ പെർഫോമൻസ്? ഹായ് ജിയ കുട്ടി. ഹായ്. തൃശ്ശൂരുകാരിയായിട്ട് സലാൽ ഇഷ്ടപ്പെടുന്ന തൃശ്ശൂർക്കാരി അല്ലേ? അതെ. പക്ഷേ പ്രസൻറ്റേഷനും എല്ലാം വളരെ നന്നായിരുന്നു. നല്ല മലയാളം. കാരണം സലാൽ ഇഷ്ടപ്പെടുന്ന പറയുമ്പോൾ നമ്മൾ പല കുട്ടികളും മലയാളം പറയാൻ വളരെ മോശമായിരിക്കും. പക്ഷേ നന്നായി പ്രസൻറ്റ് ചെയ്തു. നല്ല അക്ഷരസ്ഫുടതയോടുകൂടി തന്നെ പറഞ്ഞു. പിന്നെ കോസ്റ്റ്യൂം വളരെ നന്നായിരുന്നു. ആ തീം നല്ല രസമുണ്ടായിരുന്നു. മൊത്തത്തിൽ എനിക്ക് ഭയങ്കര വാക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ രസകരമായിട്ട് വളരെ പെർഫെക്റ്റ് ആയിരുന്നു വാക്കിംഗ് എല്ലാം. പിന്നെ ഈ പ്രസൻറ്റേഷനിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു എല്ലാ രീതിയിലും ഞങ്ങളുടെ കൂടെ ഈ അവസാനം വരെയുള്ള ട്രാവലിങ്ങിൽ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കുട്ടിയാണ് ജിയ. താങ്ക്സ്. ഓക്കെ, അപ്പോൾ കീപ്പ് ഇറ്റ് അപ്പ്. ഇനി അടുത്തുള്ള പെർഫോമൻസുകൾ കാണാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ബാക്കി കാര്യങ്ങൾ ലാസ്റ്റ് പറയാം. ഓക്കെ, താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ജിയ, അപ്പോൾ നമ്മുടെ ജഡ്ജ് നല്ല അഭിപ്രായമാണ് സെൽഫ് ഇൻട്രൊഡക്ഷനെ കുറിച്ചും അതുപോലെ റാംബോക്കിനെ കുറിച്ചും പറഞ്ഞത് അല്ലേ? ഹാപ്പി ആയോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോകാൻ സമയമായില്ലോ. യെസ്. പോണ്ടേ? യെസ്. ഓക്കെ, നമ്മുടെ അടുത്ത റൗണ്ട് ഡാൻസ് റൗണ്ട് ആണ്. സോ അപ്പോൾ നമുക്ക് ജിയയുടെ ഡാൻസ് പെർഫോമൻസ് കണ്ടിട്ട് തിരികെ എത്താം.
ആടി വന്നേ, കുറത്തി പാടിക്കൊണ്ടാടി വന്നേ, ശൂർപ്പണഖ പെണ്ണിൻ കഥ ചൊല്ല നാടിൻ നടുവിൽ വന്നേ. സുന്ദരിയാം ശൂർപ്പണഖ കാന്തനൊത്ത് കാട്ടിൽ കേളിയാടി പാടി മോതാൽ വാണിടുന്ന കാലം. പ്രേമമേറി പൂത്തുലഞ്ഞു രാവണ സഹോദരി, കാലമേറെ പോയി മറഞ്ഞു മാരകേളി തേരിലായി. ശൂർപ്പണഖ പെണ്ണാള് മാതൃഭാവം കൂട്ടോള്, കാന്തനോട് കാര്യമോതാൻ കാത്തുകാത്തങ്ങിരുന്നോള്, കാത്തുകാത്തങ്ങിരുന്നോള്. ശൂർപ്പണഖ, നിന്റെ കാന്തൻ രാവണനാൽ വധിക്കപ്പെട്ടു. ഞെട്ടിത്തരിച്ചവൾ പൊട്ടിക്കരഞ്ഞവൾ, ഞെട്ടറ്റ പൂ പോലെ വാടി വീണു. അയ്യോ കാൺമതെന്തയ്യോ പയ്യേ എനിക്ക് സഹിപ്പാൻ, രാവണ ഗർവമറുത്തു സോദരി തന്നുടെ താലി. ചേതനയറ്റി മണ്ണിൽ കിടപ്പതൻ ഉണ്ണിക്കിടാവിന്റെ താതൻ. നീതിയോ ന്യായമോ ഇത് ധർമ്മമോ? രാവണ നിന്നാശം കണ്ണാലെ കാണാതെ ഉണ്ണിലുറങ്ങില്ല ശൂർപ്പണഖ, ഇത് സത്യം. രാവണനാശം ലക്ഷ്യമാക്കി രാപ്പകലില്ലാതലഞ്ഞു പെണ്ണ്. നാരായണ നാരായണ നാരായണ, നാരദവാക്യം ശിരസാവഹിച്ച് രാമനരികത്ത് എത്തി പെണ്ണ്. രാമ ലക്ഷ്മണ, എടി സീതേ, രാമ രാവണ വൈരമുണർത്താൻ നാടകമാടുന്നു ശൂർപ്പണഖ. കാടിനുള്ളിൽ കേളിയാടി പേടമാനായി മാരിജൻ, പേടമാനെ തേടി രാമൻ, തേടി രാമന് സൗമിത്രി. ഭിക്ഷാന്തേഹി പാടി വന്നു കട്ടു സീതയെ ലങ്കേശൻ, സീതാദേവിയെ വീണ്ടെടുക്കാൻ കടലും താണ്ടി ശ്രീരാമൻ. യുദ്ധം മുറുകുന്നേ, യുദ്ധം മുറുകുന്നേ, നശിച്ചു രാവണ സൈന്യമെല്ലാം മരിച്ചു, ബന്ധുമിത്രാദികളും ഒടുക്കം രാമശരമതേറ്റു പതിച്ചു ഭൂമിയിൽ ലങ്കേശൻ. അഗ്നിയിലെരിയുന്ന രാവണനെ നോക്കി ആർത്തു ചിരിച്ചു ശൂർപ്പണഖ. പ്രണയിനിയായവൾ ശൂർപ്പണഖ, വിരഹിണിയായവൾ ശൂർപ്പണഖ, പ്രതികാരമായവൾ ശൂർപ്പണഖ. രാമായണത്തിലെ ശൂർപ്പണഖ, കമ്പരാമായണത്തിലെ ശൂർപ്പണഖ, രാമായണത്തിലെ ശൂർപ്പണഖ. ജിയ, ഒരു അത്യുഗ്രനായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു അല്ലേ? ഒരു ഫോക്ക് ഡാൻസ് ആയിരുന്നു. ഫോക്ക് ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് അഭിനയിക്കാനുള്ള അല്ലേ, നാടോടി നൃത്തങ്ങൾ അങ്ങനെയാണല്ലോ, അഭിനയിക്കാനുള്ള കഥാപാത്രമായിട്ട് നിലനിൽക്കാനുള്ള കൂടിയുള്ളൊരു ഗാനങ്ങളാണ്.
സോ അതിൽ മോള് ചെയ്തിരിക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് ശൂർപ്പണഖയായിരുന്നു. അത് അടിപൊളിയായിട്ട് ചെയ്തു. അപ്പോൾ ഈ ഡാൻസിനോടൊപ്പം തന്നെ ജഡ്ജസിന് നമ്മുടെ ആക്ടിങ്ങും കൂടി ഒന്ന് കാണിച്ചു കൊടുത്താലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആ റീൽസ് മോള് ചെയ്തു വെച്ചിരിക്കുന്ന റീൽസ് കൂടി ഒന്ന് കാണിക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ജഡ്ജസ് പ്ലീസ് ഒന്ന് കണ്ടോളൂ മോളുടെ അഭിനയം ഇനി എത്രത്തോളമാണ് എന്നുകൂടി നമുക്കൊന്ന് കണ്ടേക്കാം. ഓക്കെ, നമുക്കൊന്ന് അങ്ങോട്ട് നീങ്ങിന്നാലോ? ഓക്കെ, എന്നെ കരയിപ്പിച്ചോണ്ട് കുരങ്ങിന്റെ വേഷം കെട്ടിട്ട് ആൾക്കാരെ ചിരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുക. അയ്യോ, ഹനുമാനെ കുരങ്ങെന്ന് വിളിക്കാൻ പാടില്ല. ഇത്തിരിക്കോളം വന്ന കുറുന്തോട്ടയ്ക്ക് വേണ്ടി മല പൊക്കിക്കൊണ്ടുപോയ ആളാ ആഞ്ജനേയൻ. നാക്ക് നിന്നെ കാവത് പോണ്ട. നിന്നെ അതെ, എനിക്ക് ഭ്രാന്താ. കൊല്ലും ഞാൻ. മനസ്സിൽ കൊണ്ടുവരുന്ന മോഹം പോലെ നിനക്കൊരു കോടീശ്വരി കിട്ടിയപ്പോ ഞാൻ ആരുള്ളതായല്ലേ? ഒരു ഭാര്യ ഭർത്താവും. നിനക്ക് എന്താ പറ്റിയത്? നീ ഇത്ര മണ്ടിയായി പോയോ? നീ കരുതുന്ന പോലെ എന്റെ മനസ്സിൽ ഒന്നുമില്ല ഗൗരി. വേണ്ട, കള്ളം പറയാ വെറുതെ. നിന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനിപ്പോ ആരെ പിടിച്ച സത്യം ചെയ്യണ്ടേ? ശ്രീരാമനാണ് സത്യം. ഹനുമാനാ പറയണേ. കണ്ട വാലി വാലി വാലി. എന്തോ അവളുടെ അധികാരവും അവകാശവും ഒക്കെ കാണുമ്പോ എനിക്ക് പേടിയാവുന്നു. ഓക്കെ, അപ്പോൾ ഫുൾ രാമായണമാണല്ലോ. ഇവിടെ ഒരു ഹനുമാൻ, അവിടെ ഒരു ശൂർപ്പണഖ. ഡാൻസിലും റീൽസിലും എല്ലാം രാമായണം കൊണ്ടുവന്നേക്കാണല്ലേ? അങ്ങനെയൊന്നുമില്ല, പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. നമുക്ക് ജഡ്ജസിനോട് ചോദിച്ചാലോ? ഓക്കെ, ആൻമരിയ മാം, എങ്ങനെയുണ്ടായിരുന്നു ജിയയുടെ പെർഫോമൻസ്? ജിയയുടെ ഡാൻസ് പെർഫോമൻസ് സൂപ്പറായിരുന്നു. സൂപ്പർ, താങ്ക്സ്. നല്ലൊരു ഗ്രേസ് ഉണ്ടായിരുന്നു. എന്താ പറയുക, അഭിനയിക്കുകയാണല്ലോ. ഡാൻസിലൂടെ മോള് ശരിക്കും അഭിനയിക്കുകയായിരുന്നു. നല്ല പോലെ എന്താ പറയുക, എക്സ്പ്രഷൻസ് ഒക്കെ നന്നായിരുന്നു. അതുപോലെ റീലാണെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഇതുപോലെ മുന്നോട്ട് പോകണം. ഓക്കെ, ശരി. ഓക്കെ ജിയ, അപ്പോൾ ഡാൻസും നന്നായിട്ടുണ്ട് എന്ന് തന്നെയാണ് ജഡ്ജസ് പറഞ്ഞത് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് വരുന്ന റൗണ്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ റാമ്പ് വോക്ക് റൗണ്ടാണ്. അപ്പോൾ നമ്മളുടെ ട്രഡീഷണൽ ലുക്ക് കണ്ടു, അത് കഴിഞ്ഞൊരു ഡാൻസ് ലുക്ക് കണ്ടു. ഇനിയിപ്പോൾ കുറച്ച് സ്റ്റൈലിഷ് ആവാം അല്ലേ നമുക്ക്? ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ജിയയുടെ വെസ്റ്റേൺ ലുക്കിലേക്ക് പോവാം. ഓക്കെ ജിയ, യെസ്. ഈ ഒരു ഡ്രസ്സിന് പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ഇതാരാ മേക്ക് ചെയ്തേ? അമ്മ. അമ്മ ചെയ്തതാണോ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണോ? അമ്മ ഡിസൈൻ ചെയ്യിപ്പിച്ചത്. അമ്മ ഡിസൈൻ ചെയ്യിപ്പിച്ചതാണ്. പക്ഷേ നല്ല ഭംഗിയുണ്ട്, നല്ല വോക്കായിരുന്നു. അതിൻ്റെ റിസൾട്ട് എത്രത്തോളം ആണെന്ന് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. അതിനു മുമ്പ് നമ്മുടെ Q&A സെക്ഷനിലേക്ക് പോയാലോ? ഓക്കെ, നമുക്ക് ചോദ്യം ചോദിക്കുന്നതായിട്ട് പൂജ മാമിൻ്റെ അടുത്തില്ല. മാം ചോദ്യം ചോദിച്ചോ. Jia, your question is, what is your favorite thing to do with your mom and dad? താങ്ക് യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ. എനിക്ക് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ ട്രാവൽ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. കാരണം ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരവരുടെ പഴയ കാലത്തുള്ള എൻജോയ്മെൻറ്റ് മൊമെൻറ്റ്സ് പറയുമായിരുന്നു. അപ്പോൾ എനിക്കത് കേൾക്കാൻ ഭയങ്കര സന്തോഷമാണ്. അതുകൂടാതെ ഞങ്ങൾ അടിച്ചു പൊളിച്ചായിരിക്കും പോകുന്നത്. താങ്ക് യു. ഓക്കെ, അപ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ യാത്ര പോകാനാണ് ഇഷ്ടം. അതെ. ഓക്കെ, എന്തായാലും നല്ലൊരു ആൻസർ ആയിരുന്നു പറഞ്ഞത്. എന്തായാലും നമ്മളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു മാം കുട്ടിയുടെ? ഈ അപ്പിയറൻസ് ലിറ്ററലി മെയ്ഡ് എ ഡിഫറൻസ്. ഞാൻ ഇങ്ങനെ കോളേജ് പ്രോഗ്രാംസിലൊക്കെ ഇങ്ങനെ മോഡലിങ്ങിന് വേണ്ടിയിട്ട്, മോഡലിങ്ങിൽ ജഡ്ജ് ചെയ്യാൻ പോയ സമയത്ത് ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് ഗേൾസ് ദാറ്റ് ഇത് ആ ലെവൽ ഓഫ് ഹാർഡ് വർക്കാണ്, അവിടെ യൂസ് ചെയ്യുന്ന ലെവൽ ഓഫ് ഹാർഡ് വർക്കാണ്
മോളുടെ അമ്മയാണ് ചെയ്തതെന്ന് പറഞ്ഞു. എനിവേസ് ഷീ പുട്ട് ദാറ്റ് എഫേർട്ട്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. അമ്മയ്ക്കൊരു സല്യൂട്ട് കൊടുക്കണം ഇത്രയും ഹാർഡ് വർക്ക് ഇട്ടിട്ട് ഇത് ചെയ്തതിന്. ആൻഡ് യുവർ വാക്ക്, യുവർ ആറ്റിറ്റ്യൂഡ്, എവറിത്തിങ് വാസ് ഫാബ്. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. താങ്ക് യു മാം. ഓക്കെ, അപ്പോൾ അതിനും നമ്മളുടെ റാംബോ ക്രൗഡിനും നല്ല കമൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഹാപ്പി ആയില്ലേ? യെസ്. ഇവിടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു? നല്ല സന്തോഷം ഉണ്ടായിരുന്നു. സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. എനിക്ക് നല്ല എൻജോയ്മെൻറ്റ് മൊമെൻറ്റ്സ് ആണ് ഇവിടെ എല്ലാവരും തന്നത്. താങ്ക് യു ഫോർ ദാറ്റ്. ഓക്കെ ജിയ, അപ്പോൾ ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. നമ്മളുടെ അടുത്ത സെക്ഷനിലും അടുത്ത ഗ്രാൻഡ് ഫിനാലെ സെക്ഷനിലും മോൾ ഉണ്ടാവട്ടെ. ഓക്കെ, ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയുന്ന ഒരാളാണ് കേട്ടോ. എനിവേ താങ്ക് യു. താങ്ക് യു. കുട്ടിപ്പട്ടാളത്തിൻ്റെ ഈ മാസ്മരിക പ്രകടനം ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത സുന്ദരിക്കുട്ടി എത്തുന്നതിന് മുമ്പായി ഒരു ഷോർട്ട് ബ്രേക്ക്. നമ്മളുടെ സുന്ദരിക്കുട്ടികളുമായിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് അവർ പ്രോഗ്രാം സുന്ദരിക്കുട്ടി സീസൺ 5. സൗന്ദര്യ സങ്കല്പങ്ങൾ എന്നും മാറിക്കൊണ്ടിരിക്കുകയാണ്. പുത്തൻ സൗന്ദര്യ സങ്കല്പങ്ങളെ തേടിയുള്ള യാത്രയിൽ സുന്ദരിക്കുട്ടി അടുത്തതായി പ്രസന്റ് ചെയ്യാൻ പോകുന്ന മത്സരാർത്ഥി മറ്റാരുമല്ല, നമ്മളുടെ സ്വന്തം അനബെല്ല കുട്ടിയാണ്. അനബെല്ല വരുന്നത് തോപ്പുംപടിയിൽ നിന്നാണ്. എറണാകുളത്തെ ആ ഒരു മത്സരാർത്ഥിയെ നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം. അനബെല്ല. യെസ്. ഓക്കെ, എറണാകുളത്തിന്റെ മുത്താണോ? യെസ്. എറണാകുളത്തിന്റെ സ്വന്തം മുത്ത്. ആ. ഓക്കെ, തോപ്പുംപടിയിൽ നിന്നാണ് വരുന്നത് അല്ലേ? അതെ. എന്താണ് തോപ്പുംപടിയിൽ കാണാനുള്ളത്? അവിടെ കുറേ കായലുകളുണ്ട്, പിന്നെ ഫോർട്ടോച്ചി ബീച്ചിൻ്റെ അവിടെയൊക്കെ ഞങ്ങൾക്ക് ചുറ്റിക്കറങ്ങാം. ഓക്കെ, ഫോർട്ട് കൊച്ചി ബീച്ചൊക്കെ ഉണ്ട്, നല്ല രസമാണ്. ഓക്കെ, ഫോർട്ട് കൊച്ചി ബീച്ചിൽ പോയി എന്തൊക്കെ കിട്ടും? അവിടെ എന്താ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത്? അവിടെ ഇങ്ങനെ ഞങ്ങൾ അവിടെ നിൽക്കുമ്പോൾ കാറ്റൊക്കെ അടിക്കുമ്പോൾ നല്ല സുഖമാണ്, പിന്നെ കറങ്ങാടുന്ന്. ഓക്കെ, സിറ്റീനെ അപേക്ഷിച്ച് കായൽ പ്രദേശം ആയതുകൊണ്ട് നല്ല കാറ്റൊക്കെയാണല്ലേ? ഓക്കെ, കാറ്റൊക്കെ കൊള്ളാൻ പോകാറുണ്ടോ? യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാറ്റ് കൊള്ളാനാണോ വന്നത്, അല്ലെങ്കിൽ എനർജറ്റിക് ആയിട്ട് പെർഫോം ചെയ്യാനാണോ വന്നിരിക്കുന്നത്? എനർജിക്കായിട്ട് പെർഫോം ചെയ്യാനാണോ വന്നിരിക്കുന്നത്? സുന്ദരിക്കുട്ടി ഫസ്റ്റ് അടിക്കോ? യെസ്. യെസ്. അപ്പോൾ അതിനുള്ള ശ്രമമാണല്ലേ? നമുക്കെന്നാ റാംബോക്കിലേക്ക് പോയാലോ? അതിൻ്റെ ആദ്യത്തെ ഘട്ടം എന്ന നിലയിൽ റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് അനബെല്ല കുട്ടിയുടെ ആദ്യ റൗണ്ട് ആയിട്ടുള്ള ട്രഡീഷണൽ റാംബോക്കിലേക്ക് പോവാം. അനബെല്ല. യെസ്. ഓക്കെ, അനബെല്ല വോക്ക് ചെയ്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നല്ലോ. താങ്ക് യു. ഓക്കെ, അപ്പം ജഡ്ജസിന് എന്തൊക്കെയോ കാര്യമായിട്ട് പറയാനുണ്ട്, അവരുടെ മുഖം കണ്ടാലറിയാം. അതിന് മുമ്പ് പക്ഷെ നമുക്കൊരു റൗണ്ടിലേക്ക് പോകണ്ടേ? ഏതാ റൗണ്ട്? സെൽഫ് ഇൻട്രൊഡക്ഷൻ. സെൽഫ് ഇൻട്രൊഡക്ഷൻ റൗണ്ട് പറയാൻ റെഡിയാണോ? ഓക്കെ, അപ്പോൾ ഒന്ന് വെച്ച് കാച്ചിക്കോ. Hello my dear friends. First of all, thank you for giving me the opportunity for Sundarikutti Season 5. I am Annabella Tianas. I am coming from Kochi. I am studying in 4th standard in Auxilium ICC School. I have a 5-member family. My papa, mummy, brother, my twin sister and me. My hobby is to do dance and I am very good at sports too. And I am a SSC cadet. I like to become as an army officer. At the same time, I like modeling. That's all about me. Thank you. ഓക്കെ, ഒരു വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹമാണോ? ആർമി ഓഫീസറും മോഡലും അല്ലേ?
അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ജഡ്ജസിൻ്റെ അടുത്ത് കമൻറ്റ് ചോദിക്കാം അല്ലേ? Okay. അപ്പോൾ എന്തായാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ആഗ്രഹം പേർന്ന പ്രൊഫഷനും പാഷനും രണ്ട് തട്ടിൽ നിർത്തി കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ആരോട് ചോദിക്കാം? ആൻമരിയ മാം ഇരുന്ന് ചിരിക്കുന്നുണ്ട്, പറയാൻ എന്തൊക്കെയോ ഉണ്ട് കയ്യിൽ. നമുക്ക് ചോദിച്ചാലോ? ഓക്കെ, ആൻമരിയ മാം, ഞങ്ങളുടെ അനബെല്ല കുട്ടിയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഹായ് അനബെല്ല. ഹായ് മാം. നല്ലൊരു വാക്കായിരുന്നു, നല്ല എന്താ പറയുക, ഭയങ്കര ട്രഡീഷണൽ ആയിട്ടുള്ള നല്ലൊരു വാക്കായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഓവറോൾ പ്രസൻറ്റേഷനും എല്ലാം നല്ല സെൽഫ് ഇൻട്രൊഡക്ഷൻസ് അതെല്ലാം നന്നായിരുന്നു. ഇനി മുന്നോട്ടുള്ള നമ്മുടെ റൗണ്ടുകളിൽ നോക്കാം. ഓവറോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. നന്നായിട്ട് ഇതുപോലെ തന്നെ മുന്നോട്ട് നന്നായിട്ട് പെർഫോം ചെയ്യണം. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ. അനബെല്ല, അപ്പോൾ എന്താ നമുക്ക് കിട്ടിയ കമൻറ്റ്? എങ്ങനെയുണ്ട്? കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് മാർക്കൊക്കെ ഇട്ടിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇനിയുള്ള റൗണ്ടുകളിലും ഇതേപോലെ കൊള്ളാം എന്നല്ല പറയേണ്ടത്, എങ്ങനെ അത്ഭുതമാണെന്ന് പറയണം. സൂപ്പർ അത്ഭുതമാണെന്നൊക്കെ പറയിപ്പിക്കണം. റെഡി അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത റൗണ്ടുകളിൽ പറയിപ്പിക്കുമല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ട് എന്താ? ഡാൻസ് റൗണ്ടാണ്. അപ്പോൾ നമുക്ക് അനബെല്ല കുട്ടിയുടെ ഡാൻസ് റൗണ്ട് കാണാം. Exclusive NB. അനബെല്ല കുട്ടി, എന്താ? ഒരു ഗംഭീര ഡിസ്കോ പെർഫോമൻസ് ആയിരുന്നു അല്ലേ? ഒരു തകർത്തടുക്കി ഇവിടെ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത ഒരു കാര്യമാണ്, ഒരു സ്പോർട്സ് പേഴ്സണെ പോലെ ഫീൽ ചെയ്തു. ആണോ? സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ആളാണോ? ഓക്കെ, ഏതിലാ സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നത്? റണ്ണിങ് റേസ്. റണ്ണിങ് റേസ്, അത് ഈ ഒരു ഡാൻസിൽ അവിടെ ഇവിടെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഡാൻസ് നന്നായിട്ട് ചെയ്യും എന്നെനിക്ക് മനസ്സിലായി, എസ്പെഷ്യലി ഡിസ്കോ. ഓക്കെ, അപ്പോൾ ജഡ്ജസിനോട് കമൻറ്റ് ചോദിക്കാം. അതിനു മുമ്പ് നമുക്ക് അഭിനയം കൂടി അവരെ ഒന്ന് കാണിച്ചാലോ? ഓക്കെ. ഓക്കെ, അപ്പോൾ ജഡ്ജസ് ഭയങ്കര വെയിറ്റിംഗ് ആണ്, ഞാനും വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് അതിലേക്ക് പോവാം. അനബെല്ലയുടെ റീൽസ് റൗണ്ട് കാണാം. ഇയാൾക്ക് എന്നോട് ഒരു സ്നേഹവും ഇല്ലേ? കളിയാക്കാനും തല്ലുകൂടാനും കാശ് കടമേടിക്കാനും മാത്രം മതിയോ ഞാൻ?
അതിൻ്റെ അപ്പുറത്ത് ഇയാളുടെ ആരുമല്ലേ ഞാൻ. അറ്റ്ലീസ്റ്റ് ഒരു ഡിയറസ്റ്റ് ഫ്രണ്ടെങ്കിലും അല്ലേ ഞാൻ. എന്നോട് പോണ്ടാന്ന് പറഞ്ഞൂടെ ഇയാൾക്ക്? പോണ്ടെന്ന് ഞാൻ പറഞ്ഞ നീ പോവാതിരിക്കോ? ഓക്കെ അനബല്ല, ഭയങ്കര ഇമോഷണൽ ആയിട്ട് ആദ്യം ഡിസ്കോ കളിച്ചു, ഇവിടെ ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഇമോഷണൽ ഡയലോഗ്സും ആയിട്ടാണല്ലേ വന്നത്. സോ അപ്പോൾ ജഡ്ജസിനോട് ചോദിച്ചാലോ? ഓക്കെ. ഓക്കെ, നമുക്ക് സലാം സാറിനോട് ചോദിക്കാം. സാർ, എങ്ങനെയുണ്ടായിരുന്നു അനബലയുടെ പെർഫോമൻസ്? അനബല്ല, ഓരോ പ്രാവശ്യം വരുമ്പോഴും ഡിഫറെൻറ്റ് ഗെറ്റപ്പിലാണ് വരുന്നത്. ഞാൻ ആ കുട്ടിയാണോ ഈ കുട്ടി എന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കുന്നത്. റീൽസ് വന്നപ്പോൾ വേറൊരു രൂപം, ആദ്യം ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ വന്നപ്പോൾ ആളാകെ മാറി, ഇപ്പോൾ ഡാൻസിലും വേറെ രീതിയിലാണ്. എല്ലാം ഇണങ്ങുന്നുണ്ട്, നന്നായിട്ട് ചേരുന്നുണ്ട്, അത് നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡാൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ എനർജറ്റിക് ആയിരുന്നു, ഭയങ്കര എക്സ്പ്രസീവ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ റീൽസ് കണ്ടപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, അത് നന്നായിട്ട് ആ ഇമോഷൻസൊക്കെ ചില റീൽസ് നമ്മൾ കാണുമ്പോഴേ നമുക്ക് ഡയലോഗ് പറയലും മാത്രമല്ല, ആ സമയങ്ങളിൽ ആ ബ്ലാങ്കായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ പോലും അത് ആ എക്സ്പ്രഷൻസ് ഇടാൻ, അതാണ് ഒരു നല്ല ആക്ട്രസിൻ്റെ അല്ലെങ്കിൽ ആക്ടറുടെ കഴിവെന്ന് പറയുന്നത്. അത് ഈ കുട്ടി കറക്റ്റായിട്ട് ചെയ്തു അല്ലേ? അപ്പോൾ മോളത് കറക്റ്റായിട്ട് ചെയ്തു. അത് എല്ലാവർക്കും പറ്റുന്നതല്ല. ചിലർ ഡയലോഗ് ഇങ്ങനെ വെറുതെ പറയും, റീൽസ് ചെയ്യുന്ന പലപ്പോഴും നമുക്ക് തോന്നാറുള്ള കാര്യമാണ്. ഡയലോഗ് പറയുമ്പോൾ ഭയങ്കര എക്സ്പ്രസീവ് ആയിരിക്കും, ഇടയിൽ ഓപ്പോസിറ്റ് ആളുടെ ഡയലോഗിൻ്റെ സമയത്ത് എൻ്റെ ഭാഗമല്ല, എൻ്റെ റോൾ കഴിഞ്ഞു എന്നുള്ളൂ. പക്ഷേ അനബല്ല അത് കൃത്യമായിട്ട് ചെയ്തു. ഒരു നല്ല ആക്ട്രസിൻ്റെ ഒരു ലക്ഷണമാണത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ എന്താ പറയുക, എനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് അനബല്ലയിൽ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ അനബല്ല, അപ്പോൾ വലിയൊരു ഡയറക്ടറിൻ്റെ അടുത്തു നിന്നാണ് ഒരു ലാലേട്ടനെ വെച്ച് മമ്മൂക്കേനെയൊക്കെ വെച്ചിട്ട് സിനിമ ചെയ്തിരിക്കുന്ന ഒരു ഡയറക്ടറിൻ്റെ അപ്രിസിയേഷനാണ് കിട്ടിയിരിക്കുന്നത്. എന്ത് ഫീൽ ചെയ്യുന്നു? ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റൗണ്ട് അല്ലല്ലോ, അടുത്ത റൗണ്ട് എന്താ? വെസ്റ്റേൺ വാക്ക് ആണ്. അപ്പോൾ ആദ്യം നമ്മളൊരു ഡിസ്കോ കണ്ടു, അതിനുശേഷം ഏറ്റവും ആദ്യം എന്താ കണ്ടേ? ട്രഡീഷണൽ ലുക്ക് കണ്ടു. ഇനി ഇതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ലുക്കിൽ എത്തുമല്ലോ. സാറ് പറഞ്ഞിരുന്നു ഓരോ റൗണ്ടിലും അനബലേനെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല എന്ന്. അടുത്ത റൗണ്ടിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ചിലപ്പോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയിട്ട് വരാം. എല്ലാവരും ഗൗൺസ് യൂസ് ചെയ്തപ്പോൾ കുറച്ച് വ്യത്യസ്തമായിട്ട് വെസ്റ്റേണിൽ തന്നെ കുറച്ച് ഡിഫറൻസ് ഒക്കെ കൊണ്ടുവന്ന ഒരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്തല്ലേ? ഓക്കെ, എനിവേ നന്നായിട്ടുണ്ട്, നല്ല ക്യൂട്ടായിട്ടുണ്ട് ആളെ കാണാനായിട്ട്. സോ നമ്മുടെ Q&A സെക്ഷനിലേക്ക് പോയാലോ? ഓക്കെ, സലാം സർ. ഹായ് മോളെ. ഹായ് സർ. മോള് ഫ്രണ്ട്സ് ഉണ്ടോ ഒരുപാട്? യെസ്. മോൾക്ക് ഉപദേശം കേൾക്കുന്ന ഇഷ്ടമാണോ? അഡ്വൈസ് കേൾക്കുന്നത്? കുഴപ്പമില്ല. സാധാരണ പുതിയ കുട്ടികൾക്ക് അഡ്വൈസ് കേൾക്കുന്ന അത്ര ഇഷ്ടമല്ല. കുഴപ്പമില്ല എന്ന് പറയുന്നതും വളരെ അപൂർവമാണ്. ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുന്നവരാണ് കൂടുതലും. മോൾക്ക് ഫ്രണ്ട്സ് ഒരുപാടുണ്ടോ? ഉണ്ട്. മോളുടെ പ്രായത്തിൽ കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ അനിയത്തി പ്രായമൊക്കെ ഉള്ള ആളുകളുണ്ടോ? മോൾ അങ്ങനെയാണെങ്കിൽ മോളുടെ പ്രായത്തിൽ കുറഞ്ഞ ഒരു പെൺകുട്ടിക്ക് മോൾ അഡ്വൈസ് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് തരം അഡ്വൈസ് ആയിരിക്കും മോൾ കൊടുക്കുന്നത്? Thank you for this question. Be strong, respect elders, should share everything with your parents and take decision after discussing with them. Don't believe anyone too much at the end of the day. What you have is your parents. Thank you. Okay. മോൾക്ക്
അഡ്വൈസ് ഇഷ്ടമല്ല, കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷേ ഇത്രയും വലിയ അഡ്വൈസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് താങ്ങുമോ? അത് ചെറിയ കുട്ടികൾക്ക് എന്നാലും കുഴപ്പമില്ലല്ലേ? നമ്മളൊരു അഡ്വൈസ് കൊടുക്കുന്നത്, ഇപ്പോൾ പുതിയ കുട്ടികൾക്ക് ഈ അഡ്വൈസ് ഇഷ്ടമല്ല എന്ന് പറയുന്നതും അഡ്വൈസ് കിട്ടുന്നത് എന്ന് പറഞ്ഞൊരു വലിയൊരു ഭാഗ്യമാണ്. ചിലർക്ക് അങ്ങനെ അഡ്വൈസ് ചെയ്യാൻ ആരുമില്ലാതെ വഴിതെറ്റിപ്പോകുന്ന കുറേ കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ നമ്മൾ അഡ്വൈസ് കൊടുക്കണം, ഏത് പ്രായത്തിലുള്ളവരും കൊടുക്കണം. പിന്നെ നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് പറയാം. അപ്പോൾ ഈ കോസ്റ്റ്യൂം നന്നായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ഈ വെസ്റ്റേൺ ഇതിൽ വാക്ക് വളരെ ക്ലിയർ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ മാർക്ക് തന്നതിനേക്കാൾ കൂടുതൽ റീതിങ്ക് ചെയ്തിട്ട് കൂടുതൽ മാർക്ക് എഴുതാൻ ഈ ഒരു കോസ്റ്റ്യൂമും, കാരണം ലെഗ് മൂവ്മെൻറ്റ്സുകളെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടെ അല്ലേ അത് വളരെ നന്നായിട്ട് തോന്നി. ഓക്കെ, ഓവറോൾ എനിക്ക് വളരെ ഇഷ്ടമായി. ഒരു ടോട്ടൽ എല്ലാം ആദ്യം മുതൽ അവസാനം വരെയുള്ള പെർഫോമൻസിലും ഓരോന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഡിഫറൻ്റ് ആയിരുന്നു. അത് ഒരു സൈൻ കൊടുത്ത് ഒരു യുണീക്ക് ആവാൻ വേണ്ടിയിട്ട് മോള് ശ്രമിച്ചിട്ടുണ്ട്, അത് വിജയിച്ചിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. ഓക്കെ അനബല്ല, അപ്പോൾ ഇവിടെ നിന്ന് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കിട്ടിയല്ലേ? നല്ല നല്ല ലൈഫിൽ ആക്ടിങ്ങിലേക്കും മോഡലിങ്ങിലേക്കൊക്കെ ഇനി വളരുന്നതിനുള്ള ഉപദേശങ്ങളൊക്കെ കിട്ടി. അതിൽ സന്തോഷമാണോ? യെസ്. ഓക്കെ, എന്ത് തോന്നുന്നു ഇവിടെ വന്നിട്ട്? നല്ല സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കാൻ പറ്റിയല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഇനിയും ഒരുപാട് ഉയരത്തിലെത്തട്ടെ. ഓക്കെ, അപ്പോൾ എനിവേ ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു. കുട്ടിപ്പട്ടാളത്തിന്റെ മാസ്മരിക പ്രകടനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത സുന്ദരിക്കുട്ടി എത്തുന്നതിന് മുമ്പായി ഒരു ഷോർട്ട് ബ്രേക്ക്. നമ്മുടെ കുസൃതി കുരുന്നുകളുമായി നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. വെൽക്കം ബാക്ക് ടു അവർ പ്രോഗ്രാം ഇൻസ്പയർ സുന്ദരിക്കുട്ടി സീസൺ 5. സ്വന്തം ധൈര്യത്തിൽ അല്ലെങ്കിൽ സ്വന്തം കോൺഫിഡൻസിൽ വിശ്വാസം അർപ്പിക്കുമ്പോഴാണ് ഓരോരുത്തരും വിജയത്തിലേക്കുള്ള വഴി വെട്ടിത്തുറക്കുന്നത്. അങ്ങനെ ഒരു കൊച്ചു സുന്ദരിയാണ് ഇന്ന് എത്താൻ പോകുന്നത്. പത്തനംതിട്ടയിൽ നിന്നാണ് ആ കൊച്ചു സുന്ദരി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമുക്ക് വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ദിൽന ദിൽ. ദിൽനക്കുട്ടി. യെസ്. ഓക്കെ ദിൽന, സുഖമാണോ? യെസ്, സുഖമാണ്. ഭയങ്കര ഒരു നല്ലൊരു ഭംഗിയുള്ളൊരു ലോട്ടസ് തീം ഡ്രസ്സിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, പത്തനംതിട്ടക്കാരി ആയതുകൊണ്ടാണോ അത്? ആണ്. ഓക്കെ, ആരാണ് ഈ ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? ഡിസൈനറാണ്. അവിടെയുള്ള ഡിസൈനറാണോ അല്ലെങ്കിൽ എവിടുത്തെ ഡിസൈനറാണ്? വേറെ ജില്ലയിലെ ഡിസൈനറാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, എങ്ങനെയാണ് സുന്ദരിക്കുട്ടി കാണാറുണ്ടോ? യെസ്. ഓക്കെ, സുന്ദരിക്കുട്ടിയിലെ എല്ലാ സീസൺസും കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുപോലെ പഠിച്ച് ഓരോ സീസണും കണ്ട് അറിഞ്ഞ് വന്നിരിക്കുകയാണല്ലേ? ഓക്കെ, സുന്ദരിക്കുട്ടിയിൽ ചെയ്യാൻ ഫുൾ കോൺഫിഡൻസിലാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺഫിഡൻസോട് കൂടി നമുക്ക് ആദ്യത്തെ റൗണ്ടിലേക്ക് പോയാലോ? റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ദിൽനയുടെ ഒരു റാമ്പ് വോക്ക് കണ്ടിട്ട് തിരികെ എത്താം. ദിൽന. ഹലോ. പത്തനംതിട്ടക്കാരി ദിൽന അല്ലേ? ഓക്കെ, ദിൽന, വോക്ക് നടന്നിട്ട് എങ്ങനെയൊക്കെ തോന്നി? നല്ലതായിട്ട് തോന്നിയോ? ഇടയ്ക്കിടയ്ക്കൊന്ന് വീഴാൻ പോയി, പക്ഷെ മൊത്തത്തിൽ നല്ലതായിരുന്നു അല്ലേ? ജഡ്ജസ് പറയൂ കേട്ടോ ബാക്കിയുള്ള കമന്റ് ഒക്കെ. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകണ്ടേ? അടുത്ത സെഗ്മെന്റ് വരെ ഒന്ന് പോയിട്ട് വന്നാലോ? എന്താ അടുത്ത സെഗ്മെന്റ്? നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. ഓക്കെ, സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയാൻ റെഡിയാണോ? റെഡിയാണ്. അപ്പൊ ദിൽനെ ഒന്ന് പറഞ്ഞേ, എന്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം എന്നൊന്ന് പറഞ്ഞേ. എൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേൾക്കാം. ഓക്കെ, അപ്പോൾ ദിൽന കുട്ടിയുടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ കേട്ടിട്ട് തിരികെ വരാം. പറഞ്ഞു. എല്ലാവർക്കും
നമസ്കാരം. ഞാൻ ദിൽനാദിൽ. മലയാള സിനിമാ ലോകത്തിന് മറക്കാൻ പറ്റാത്ത കഥാപാത്രങ്ങളെ നൽകിയ അടൂർ ബാസിയുടെ സ്വന്തം നാടായ അടർന്നു കിട്ടിയ ഊര് എന്നറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. എനിക്ക് 8 വയസ്സുണ്ട്. അടൂർ ഹോളി ഏഞ്ചൽസിൽ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അമ്മുമ്മ, 2 ചേട്ടന്മാർ, ചേച്ചിയും കുഞ്ഞാവയും ഉണ്ട്. ഞാൻ നല്ലൊരു ഡാൻസറാണേ. 1.5 വയസ്സ് മുതൽ അടൂർ EV കലാമണ്ഡലത്തിൽ ഡാൻസും പാട്ടും പഠിക്കുന്നു. ഇപ്പോൾ ഗിത്താറും കരാട്ടയും പഠിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ആദ്യം കിട്ടിയതെല്ലാം വളരെയേറെ പ്രിയപ്പെട്ടതാണല്ലേ. ഞാൻ ആദ്യമായി അഭിനയിച്ച മ്യൂസിക്കൽ ആൽബം ഈ വർഷം വിഷുവിന് റിലീസായിട്ടുണ്ട്. മലയാള മനോരമ നടത്തിയ കിഡ്സ് ഫാഷൻ ഷോയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. തുടർച്ചയായ 2 വർഷവും ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മോണ ആക്റ്റീവ് വിന്നറുമായിരുന്നു. ലോകമറിയപ്പെടുന്ന ഒരു മോഡലാവുക, നല്ലൊരു നടിയും നർത്തകിയും ആവുക എന്ന എൻ്റെ ആഗ്രഹങ്ങളുടെ ആദ്യത്തെ ചുമടായിട്ടാണ് ഞാൻ സുന്ദരിക്കുട്ടി കാണുന്നത്. സുന്ദരിക്കുട്ടി സീസൺ 5 എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. സുന്ദരിക്കുട്ടിയുടെ ഈ വേദിയിൽ നിൽക്കാൻ അവസരം തന്ന ജഡ്ജസിനും സുന്ദരിക്കുട്ടി ടീം അംഗങ്ങൾക്കും ഒരുപാട് നന്ദി. ഓക്കേ ദിൽനക്കുട്ടി, അപ്പോൾ ഓൾറെഡി ഒരു സെലിബ്രിറ്റിയുടെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് അല്ലേ? ഒരു കൊച്ചു സെലിബ്രിറ്റി ആണ് അല്ലേ? എന്തൊക്കെയാ പഠിക്കുന്നത്? ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആളാണല്ലേ? മാർഷൽ ആർട്സ് പഠിക്കുന്നു, കല പഠിക്കുന്നു, പാട്ട് പഠിക്കുന്നു, അതിൻ്റെ കൂടെ മോഡലിംഗ് കൊണ്ടുപോകുന്നു അല്ലേ? ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ഘട്ടം, മോഡലിങ്ങിൻ്റെ ആദ്യത്തെ ഘട്ടത്തെക്കുറിച്ച് നമുക്ക് ആരോട് ചോദിക്കണം? അതെങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് അറിയണ്ടേ? ഓക്കെ, നമുക്ക് അവിടെ ആരാ ഉള്ളത്? പൂജ മാം ഉണ്ട്. പൂജ മാമിനോട് ചോദിച്ചാലോ? റെഡി അല്ലേ? നമുക്ക് സുന്ദരിയായിട്ട് പറയാൻ റെഡി ആയിട്ട് നിൽക്കുക അല്ലേ? ഓക്കെ മാം, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? ഹായ് ദിൽനക്കുട്ടി. ഹായ്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്രിഷ്യേറ്റ് യു ഫോർ റെപ്രസെൻറ്റിങ് ഇൻ മലയാളം. മലയാളത്തിൽ തന്നെ പ്രസൻറ്റ് ചെയ്തതിൽ ഐ അപ്രിഷ്യേറ്റ് യു ഫോർ ദാറ്റ്. താങ്ക് യു മാം. പിന്നെ വാക്ക് വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു എലഗൻസ് ഫേസിൽ ഉണ്ടായിരുന്നു, ലിറ്ററലി റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കോൺസെപ്റ്റ്, ഈ ലോട്ടസിൻ്റെ കോൺസെപ്റ്റ് ആക്ച്വലി ആരാണ് പിക്ക് ചെയ്യുന്നത്? അതെന്നെ മമ്മിയാ. അത് അസലായിരിക്കണു, നല്ല രസമുണ്ട്. ആക്ച്വലി ഒരു സകലകലാ വല്ലഭിയാണല്ലേ? ഓക്കെ, നൈസ്. ഫ്യൂച്ചറിലേക്ക് എല്ലാ നല്ല കാര്യങ്ങളും നല്ല വർക്ക്സും ഒക്കെ കിട്ടട്ടെ. ഐ ഹോപ്പ് യു വിൽ ബി ദെയർ ഇൻ ഫൈനൽസ്. താങ്ക് യു. ഓക്കെ, അപ്പോൾ ദിൽനക്കുട്ടി ഡാൻസ് പഠിക്കുന്നുണ്ട്, കരാട്ടെ പഠിക്കുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്. കരാട്ടെ പഠിക്കുന്നു. കരാട്ടെ എന്നെ ക്ലിയർ ചെയ്യാണ് അവള്. ഓക്കെ, കരാട്ടെ പഠിക്കുന്നുണ്ട്. ഇപ്പൊ കറക്റ്റ് ആയില്ലേ? ഓക്കെ, ദെൻ എന്തൊക്കെയാ പഠിക്കുന്നത്? പാട്ട് പഠിക്കുന്നുണ്ട്, ഗിത്താർ പഠിക്കുന്നുണ്ട്, മോഡലിംഗ് പഠിക്കുന്നുണ്ട്. ഇതിൽ എത്രയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ടല്ലോ. ഏറ്റവും ഇഷ്ടം എന്താ ചെയ്യാൻ? മോഡലിംഗ് ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ വിചാരിച്ചു ഡാൻസ് പറയുമെന്ന്. ഡാൻസ് ഇഷ്ടമല്ലേ ചെയ്യാൻ? എനിക്കെല്ലാം ഇഷ്ടം. നർത്തകിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആ വാക്കിലൊരു പവർ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാണ് കേട്ടോ. ഡാൻസ് ചെയ്യാനും ഇഷ്ടമല്ലേ? നമ്മുടെ അടുത്ത റൗണ്ട് ഡാൻസ് റൗണ്ടാ. അതെങ്ങനെയായിരിക്കും പെർഫോം ചെയ്യാൻ പോകുന്നത്? ഞാൻ ഒരു മുറേ വന്ന് പാത്തായാൽ എന്ന് പറയുന്ന പാട്ടാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ശോഭന മാമിൻ്റെ സോങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് വരാം. வீரர்கள் மீ
യെസ്. ഒരു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. നാഗവല്ലി ആയിട്ടായിരുന്നു വന്നതല്ലേ? ആണ്. ഓക്കെ, നാഗവല്ലിയായിട്ട് തകർത്തു. എനിക്ക് അവിടെ ഇരുന്ന് കണ്ടപ്പോൾ ഇടയ്ക്ക് പേടിയൊക്കെ തോന്നി, എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിട്ടേ നല്ല രസമുണ്ടായിരുന്നു. സോ ദിൽനയുടെ അടുത്ത റൗണ്ട് ഇപ്പോൾ ഓൾറെഡി എക്സ്പ്രഷൻസ് ഒക്കെ കണ്ടു. ഇനി ഒരു ഡയലോഗ് പറയുമ്പോൾ അഭിനയിക്കുന്നത് എങ്ങനെയാ എന്നൊന്നറിയാൻ ഒരു ആഗ്രഹമുണ്ട്. അത് നമുക്കൊന്ന് റീൽസ് റൗണ്ടിൽ കാണാം അല്ലേ? ഒരു കോമഡിയുമായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. കോമഡി സീനാണ് അഭിനയിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജഡ്ജസ് അത് കണ്ട് ഇപ്പോൾ അവർ എക്സ്പ്രഷൻസ് കണ്ടു. ഇനി അവർ രസിക്കുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. റെഡി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് റീൽസ് റൗണ്ടിലേക്ക് പോവാം. മുനിപ്പുറത്ത് നിന്നോ? എന്തത് പാടത്ത് കോലയിട്ട് നിൽക്കാൻ പോകണം? ഓലോ ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ. ആ കിളവന്റെ സന്തതിക്ക് പോകാൻ. സന്തതി മറ്റേ പദ്ധതിയില്ല, പദ്ധതി 70-ാം വയസ്സിലെ 16 അടിയന്തര സന്തതി. ഇത് ഗ്ലാസ് വാങ്ങിയപ്പോ ഇതിനോടൊപ്പം ഫ്രീ കിട്ടിയതാ. 13 രൂപയായി, കാശ് കൊടുക്കില്ല. ഓക്കെ, ചെറിയൊരു റീലായിരുന്നു അല്ലേ? പക്ഷെ സുരാജേട്ടൻ ചെയ്തു വെച്ചിരിക്കുന്ന മാറ്റാൻ പറ്റാത്ത ഒരു കോമഡി രംഗമാണ് കാര്യസ്ഥൻ എന്ന് പറയുന്ന സിനിമയിലെ അല്ലേ? നമുക്കപ്പോ കമന്റ് ചോദിക്കാം. ആൻ മരിയ മാം, എങ്ങനെയുണ്ടായിരുന്നു മോളുടെ പെർഫോമൻസ്? ഹായ് ദിൽന. ഹായ് മാം. അയ്യോ, നാഗവല്ലിയായിട്ട് വന്നിട്ട് ഞങ്ങളങ്ങ് പേടിപ്പിച്ച് കളഞ്ഞു. നന്നായിട്ട് പെർഫോം ചെയ്തു. താങ്ക് യു. പിന്നെ റീൽസ് ആണെങ്കിലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണം കേട്ടോ. ഡാൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പറായിരുന്നു, നല്ല ഗ്രേസ് ഉണ്ടായിരുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. ഇനി മുന്നോട്ട് ഇങ്ങനെ തന്നെ പോകണം. ഓക്കെ ഓക്കെ. ദിൽനക്കുട്ടി, കോമഡി കുറച്ചുകൂടി കൺവിൻസിങ് ആയില്ല അല്ലേ? കുറച്ചൊരു കൺവിൻസിങ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടായി പോയി എന്ന് തോന്നുന്നു. അതെ, അത് ഇനിയും ആക്ടിങ് ആണല്ലോ, ഇനിയും പഠിക്കാനുണ്ട്. ഒരുപാട് പഠിക്കാനുള്ളൊരു മേഖലയാണ്. സോ പോരാത്തതിന് ഒരു അഭിനേത്രി കൂടിയാണല്ലേ? അഭിനേത്രി, നർത്തകി കൂടിയാണ് മോള്. അപ്പൊ മോൾക്ക് ഇനിയും കോമഡി നന്നായിട്ട് കൈകാര്യം ചെയ്യാനൊക്കെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? നമുക്കപ്പോ എന്താ നമ്മുടെ അടുത്ത റൗണ്ട്? വെസ്റ്റേൺ ലുക്ക് റൗണ്ടിലാണ് കാണാൻ പോകുന്നത് അല്ലേ? അപ്പോ ഈ ഒരു നർത്തകി വേഷമൊക്കെ മാറ്റി പാടെ ഉപേക്ഷിച്ച് ആരായിട്ടാ വരാൻ പോകുന്നേ? വെസ്റ്റേണിലൊരു സ്റ്റൈലിഷ് ലുക്കില് നമുക്ക് നമ്മുടെ ദിൽനക്കുട്ടിയെ കാണാം. ദിൽന, ഓക്കെ, ദിൽനയുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് ഒരു ഫെയറി ടെയിൽ കളേഴ്സിൽ പെടുന്ന ഒരു കളറിന്റെ ഒരു ഫിഷ് കട്ട് ഗൗൺ ആണ് അല്ലേ? ഓക്കെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഒരു പ്രിൻസസിനെ പോലെയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ Q&A സെക്ഷനിലേക്ക് പോയാലോ? നമുക്ക് പോവാം. ഓക്കെ, ആൻ മരിയ മാം, കുട്ടിയോട് ചോദ്യം എന്താണ്? ഹായ് ദിൽന. ഹായ് മാം. വിമാനത്തിൽ പോകാൻ ഇഷ്ടമാണോ? ഫ്ലൈറ്റിൽ പോകാൻ ഇഷ്ടമാണോ? ഇഷ്ടമാണ്. മോള് ഫ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ ആരുടെ ഒപ്പം പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? എവിടേക്ക് പോകണം? ഏത് സ്ഥലത്ത് പോകാനാണ് കൂടുതൽ ഇഷ്ടം? താങ്ക് യു ഫോർ ദിസ് ക്വസ്റ്റ്യൻ. എനിക്ക് അമ്മയുടെ കൂടെ പോകാനാണ് ഇഷ്ടം. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ അമ്മ തന്നെയാണ്. ഇപ്പം എനിക്ക് ഫ്ലൈറ്റ് കയറാൻ തന്നെ അവസരം കിട്ടിയത് തന്നെ അമ്മ വളർത്തിയത് കൊണ്ട് എനിക്ക് നല്ല ഫുഡും തന്നതുകൊണ്ടാണ്. അപ്പം അമ്മയ്ക്ക് ഒരുപാട് നന്ദി. എനിക്കിഷ്ടമുള്ള ജില്ല കൊറിയയാണ്. ബ്ലാക്ക് പിങ്കും BTS എൻ്റെ ഫാനാണ്. അതുകൊണ്ടാണ് ഞാൻ കൊറിയ പോകുന്നത്. കൊറിയൻ BTS ഒക്കെ ഇഷ്ടമുള്ള ആളാണല്ലേ? കൊറിയൻ ഡ്രാമ കാണാറുണ്ടോ? ഓക്കെ, അപ്പം
അമ്മക്കുട്ടിയാണല്ലേ? അമ്മയാണ് ബെസ്റ്റ് ഫ്രണ്ട്. ഗുഡ്. എൻ്റെയും ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ അമ്മ തന്നെയാണ്. നല്ലൊരു ആൻസർ ആയിരുന്നു. കീപ്പ് ഇറ്റ് അപ്പ്. പിന്നെ മോളുടെ റാംബാക്ക് സൂപ്പർ. എന്നുവെച്ചാൽ ആദ്യത്തെ ഞങ്ങൾ 3 പേരും പറഞ്ഞൊരു കാര്യമാണ്, ആദ്യത്തെ ആ ഒരു ട്രഡീഷണൽ വെയറിനേക്കാളും കൂടുതൽ മോൾക്ക് സൂട്ടാവുന്നത് വെസ്റ്റേൺ വെയർ തന്നെയാണ്. അത് മാത്രമല്ല അതിൻ്റെ ആ ഫിഷ് കട്ട് ഫ്രോക്ക്, അതിൻ്റെ കളറ് എല്ലാം ഓസം, സൂപ്പർ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ ദിൽന, അപ്പോൾ വളരെ നല്ല കമൻസ് ആണ് ലഭിച്ചിരിക്കുന്നത് അല്ലേ? എല്ലാ റൗണ്ടുകളിലും നല്ല കമൻസ് ആയിരുന്നു. സോ അപ്പോൾ ഇനി ഇത് ആദ്യത്തെ വേദിയല്ലേ മോഡലിങ്ങിന്? ഓക്കെ, അപ്പോൾ ഈ വേദി ഇനിയും ഒരു ചവിട്ടുപടിയായിട്ട് മാറട്ടെ, ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ. ഓക്കെ, താങ്ക് യു. നമ്മളുടെ സുന്ദരി കുട്ടികളുടെ കലാപ്രകടനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് വരേക്കും നന്ദി, ശുഭരാത്രി.